എല്ലാവർക്കും നമസ്കാരം. കേരളത്തിനകത്തുള്ള ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഉന്നത താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള ഒരു മാർഗ്ഗത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. വെറും ഗ്രാജുവേഷൻ മാത്രം മതി എന്നാണ്. ഞാൻ കലാം സുബ്രഹ്മണ്യൻ അബ്ദുൽ കലാം. ഞാൻ എൻ്റെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് കേരളത്തിനകത്തുള്ള സർക്കാർ അർദ്ധ സർക്കാർ വേക്കൻസികളും മറ്റുള്ള വേക്കൻസികൾ, അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ പലതരത്തിലുള്ള സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പലതരത്തിലുള്ള വേക്കൻസികൾ അതാത് സമയങ്ങളിൽ ഞാൻ ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സമയം തെറ്റാതെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലൊന്ന് ആ ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അത് അപേക്ഷ അയക്കുന്നതിന് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഞാൻ കലാം സുബ്രഹ്മണ്യൻ അബ്ദുൽ കലാം. ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള വേക്കൻസിക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുക എന്നുള്ളതാണ്. ഹയ്യസ്റ്റ് ആയിട്ടുള്ള വേക്കൻസി നമ്മൾ മീൻ ചെയ്യുന്നത് കേരളത്തിനകത്തുള്ള സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും ഹയ്യസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് IAS തന്നെയാണ്. അല്ലേ, സംശയമൊന്നുമില്ല എന്നുള്ളതാണ്. IAS പറഞ്ഞാൽ ഈ തരത്തിലുള്ള അതിൻ്റെ പ്രിലിംസും അതുപോലെ മെയിൻസും എക്സാമിനേഷനൊക്കെ എഴുതി ഗ്രാജുവേഷനുള്ള 21 വർഷം പൂർത്തിയായിട്ടുള്ള ടീമുകൾക്കാണ് അത് ഇതാക്കുക. അത് എഴുതി കഴിഞ്ഞ ശേഷമാണ് അത് കിട്ടുന്നത് എന്നുള്ളതാണ്. അതേസമയത്ത് അതിൻ്റെ തൊട്ട് താഴെ എത്താൻ പറ്റുന്ന വേറൊരു വേക്കൻസിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അണ്ടർ സെക്രട്ടറി വരെ ആകാൻ പറ്റുന്ന ഒരു മേഖലയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലേക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ അണ്ടർ സെക്രട്ടേറിയറ്റ് ആകുക എന്ന് പറഞ്ഞാൽ IASകാരുടെ തൊട്ട് താഴെ നമുക്ക് അവിടെ സ്ഥാനമുണ്ടാവും. കേരളത്തിനകത്തുള്ള വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരെ എത്താനുള്ള സാധ്യതകളാണ് ഇതിൽ കൊടുക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 576/2024 നോട്ടിഫിക്കേഷൻ നമ്പറിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഒഴിവുകൾ കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിനകത്ത് സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ തന്നെ AG's ഓഫീസ്, വിജിലൻസ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളിലേക്കാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് നടക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്നാണ് വേക്കൻസിയുടെ പേര് എന്ന് പറയുന്നത്. 39,383 ഇതാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഗംഭീര സ്കെയിൽ ഓഫ് പേ ആണ്. ഏജ് എന്ന് പറയുന്നത് 18-36 എന്നുള്ളതാണ്. വേണ്ട യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ട യോഗ്യത എന്നുള്ളത്. ഇതിനെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 29/1/2025 29/1/2025 ഗ്രാജുവേഷൻ മാത്രം മതി എന്നാണ് സൂചിപ്പിക്കുന്നത്. എക്സാം 2 തരത്തിലുള്ള എക്സാമിനേഷനാണ്. അതിൻ്റെ പ്രിലിംസ് എക്സാമിനുണ്ട്. പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ മെയിൻ എക്സാമിനേഷൻ എന്താണ്. മെയിൻ എക്സാമിനേഷനാണ് അതിന് നിങ്ങളെ ക്വാളിഫൈഡിന് വേണ്ടി കണക്കാക്കുന്ന ഒരു എക്സാമിനേഷനാണ്. പ്രിലിംസ് എക്സാമിനേഷൻ 1 മണിക്കൂറാണ്. അതേസമയത്ത് മെയിൻ എക്സാമിനേഷൻ 2 മണിക്കൂറാണ്. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണെന്ന് കൂടി മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ ഈ 2 പരീക്ഷകളും പാസ്സായി കഴിഞ്ഞാൽ 20 മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടാവും. അത്രമാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പെർഫോമൻസിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ഇൻ്റർവ്യൂവിനുള്ള ഗ്യാപ്പ് കിട്ടുകയും, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളെ തൂക്കിക്കൊല്ലാനുള്ള അല്ലെങ്കിൽ നിങ്ങളെ എടുത്ത് പുറത്താക്കാനുള്ള ഒരു കാര്യമൊന്നുമല്ല. 20 മാർക്കിൻ്റെ മാത്രമാണ് അതിൽ വ്യത്യാസം വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതൊന്നുമല്ല, കിട്ടും എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ശ്രമങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചാൽ കേരളത്തിൻ്റെ തലപ്പത്തെത്താവുന്ന, കേരളത്തിൻ്റെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തെത്താവുന്ന ഏറ്റവും നല്ല വേക്കൻസികളെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി മാത്രമാണ് വേണ്ട യോഗ്യത. അതിൻ്റെ അവസാന തീയതി പറഞ്ഞാൽ 29/1/2025 എന്നുള്ളതാണ്. വളരെ വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ വിഷയങ്ങളൊന്ന് അറിയിക്കുകയും ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ.